ഹലോ, നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കറിയുമായിട്ടാണ്. ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. ഇതാണ് ഈ കറിയിലുള്ള താരം. ഇവനാണ് ഈ കറിയിലുള്ള താരം. ഇത് കാട്ടുചേന തണ്ടാണ് കേട്ടോ. കാട്ടുചേനയാണ് ഈ മുളച്ച് പൊന്തി വന്നിട്ടുള്ളത്. ഇതിൻ്റെ വ്യത്യാസം കണ്ടോ? കറുത്ത കളറിലുള്ള വട്ടത്തിലുള്ള കുത്തായിട്ടാണ് ഈ തണ്ടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാനൊരു 5-8 കാട്ടുചേനത്തണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാനിതാ 4ആയി കീറി അതിൻ്റെ മേലത്തെ ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 4ആയി കീറിയതിന് ശേഷം ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുറിച്ചതിന് ശേഷം ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ അതിക്ക് ആവശ്യമായത് ഞാൻ ഒരു 10-15 ചക്കക്കുരു തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 15 കുരു എടുത്തിട്ട് ഞാനിതാ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാട്ടുചേനത്തണ്ടും ചക്കക്കുരും കൂടെ ഇതാ ഞാനൊരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായതൊരു പുളിയാണ്. അപ്പോൾ ഞാനൊരു നാരങ്ങൻ്റെ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായത് മുളകും പൊടിയാണ്. ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിക്ക് ആവശ്യമായതും മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് അതിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു സ്റ്റീൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ ഇതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചേനത്തണ്ടിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അത് അതിൽ നിന്നും ഇറങ്ങി വരും. അപ്പോൾ നമ്മളെ കൂട്ടാൻ വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ചേമ്പ് ഐറ്റംസുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടാൻ ഇളക്കി മറിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇളക്കി മറിച്ചാൽ കഷ്ണങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. ഒന്നിങ്ങനെ ഇളക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കിയപ്പോൾ ഒന്നും കൂടെ ഇളക്കിയപ്പോൾ കണ്ടോ കഷ്ണങ്ങളൊന്നും കാണാതെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഞവണ്ടി പുഴിഞ്ഞ് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിതാ ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൂട്ടം ഒന്ന് തിളപ്പിച്ച് നമുക്ക് വാങ്ങി വെക്കാം. അതിന് ശേഷം നമുക്ക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം ഞാൻ 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതാ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മളതിക്ക് കറിവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതാ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല കൂട്ടാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാട്ടുചേനത്തണ്ട് കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന മാതിരി തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇതുണ്ടാവും നമ്മളെ കൂട്ടാൻ നന്നായിട്ട് തിക്കോട് കൂടിയിട്ടുള്ള കൂട്ടാനാണ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എപ്പോഴൊന്നും നമുക്ക് കിട്ടില്ല. ഈ മഴ പെയ്തതിന് ശേഷം നമ്മൾ കാടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ കാട്ടുചേനത്തണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.